ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന അനുഗ്രഹീതരായ ദേവദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരീ സഹോദരങ്ങൾ, ഈ ശുശ്രൂഷയിലായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ ഈ മീഡിയാസിൻ്റെ മുൻപിൽ തിരുവചനം പഠിക്കുവാൻ ഒരിക്കൽ കൂടെ ലഭിച്ചതായ ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ ബൈബിളിലെ അതിപ്രധാനമായ 2 വിഷയങ്ങളാണ് ഈ തിങ്കളാഴ്ച ദിവസവും ചൊവ്വാഴ്ച ദിവസവും ഉള്ള ബൈബിൾ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യുന്നത്. ഒന്ന് പ്രവചന വിഷയമാണ്. ഈ സമാഗമന കൂടാരം എന്നുള്ളത് ഒരു വിഷയമാണെങ്കിലും ഉപദേശങ്ങളാണ്, സഭയിലെ ഉപദേശങ്ങളാണ് പഠിക്കുന്നത്. ഉപദേശ സംബന്ധമായ കാര്യങ്ങളാണ് ആ വിഷയത്തിലൂടെ നാം പഠിക്കുന്നത്. പ്രവചന വിഷയത്തിലൂടെ പഠിക്കുന്നത് ക്രിസ്തുവിന് മടങ്ങിയവരിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ വിശുദ്ധിയെ തികച്ച് ഒരുങ്ങി നിൽക്കുവാൻ തക്കവണ്ണം, നമ്മുടെ വിശ്വാസവും പ്രത്യാശയും വർദ്ധിക്കുവാനും കർത്താവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി ഒരുങ്ങുവാനും തക്കവണ്ണം സഹായിക്കുന്ന ഒരു വിഷയമായിട്ടാണ് അത് ചിന്തിക്കുന്നത്. അപ്പോൾ 2 വിഷയങ്ങൾ ഇന്ന് ഈ ചൊവ്വാഴ്ച ദിവസം സമാഗമന കൂടാരമെന്നൊരു വിഷയം നമ്മൾ എടുത്തിരിക്കുന്നു. പക്ഷെ നമ്മൾ പഠിക്കുന്നത് സഭയുടെ ഉപദേശങ്ങളാണ്, ഉപദേശ സത്യങ്ങളാണ് ഈ വിഷയത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. ഈ 70 ആഴ്ചവട്ടം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം നമുക്കൊന്നും ഇതൊക്കെ നമുക്കൊന്നും പിടികിട്ടാത്ത എന്തോ കാര്യങ്ങളാണെന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത്. അപ്പോൾ നമുക്കൊരു വലിയ സത്യം നമുക്ക് പിടികിട്ടി. ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. കാരണം മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റാത്തത് ഒരിക്കലും ദൈവം നൽകുകയില്ലല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണത്. വളരെ വ്യക്തമായും അതെല്ലാം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു. ഈ സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങളെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കാനായിട്ട് ആരംഭിച്ചത്. അതിൽ ആദ്യത്തെ ഉപകരണമായ യാഗപീഠത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചു പോരുന്നത്. താമ്രയാഗപീഠം എന്നാണ് അതിനെ പേര് നൽകിയിരിക്കുന്നത്. താമ്രയാഗപീഠം. അതിൻ്റെ ഓരോ സവിശേഷതകൾ നാം ചിന്തിച്ച് പോരുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം 5 കാര്യങ്ങൾ ചിന്തിച്ചു. 1, സമാഗമന കൂടാരത്തിൻ്റെ 1ാമത്തെ ഉപകരണമാണ് ഈ യാഗപീഠം. രക്ഷയെയാണിത് കാണിക്കുന്നത്. സഭയിലേക്ക് വരുന്ന, ദൈവസന്നിധിയിലേക്ക് വരുന്നതായ വിശ്വാസി 1ാമത് അവൻ രക്ഷിക്കപ്പെടണം, രക്ഷ സ്വന്തമായി തീരണം. അല്ലാത്തവന് ഇങ്ങോട്ട് കറങ്ങാൻ പറ്റത്തില്ല. രക്ഷ സ്വന്തമാക്കുക എന്നുള്ളതിന് 1ാം സ്ഥാനം. പ്രസംഗിക്കുക എന്നുള്ളതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനങ്ങൾ വഹിക്കുക എന്നുള്ളതിനോ അല്ല, ഇനി ഏത് ശുശ്രൂഷയാണെങ്കിലും ഇതിൻ്റെ അകത്ത് വരണമോ, ദൈവസന്നിധിയിൽ കടക്കണമോ, രക്ഷ ആവശ്യമാണ്. രക്ഷ കൂടിയേ കഴിയൂ. രക്ഷിക്കപ്പെടാത്ത ഒരുവന് ഇതിനകത്തുള്ള ഒന്നിലും പങ്കും ഓഹരിയുമില്ല. 1ാമത്തെ കാര്യം അതാണ്, രക്ഷ എന്നുള്ളത്. 2, ഏറ്റവും വലിപ്പമുള്ള ഉപകരണമാണ്. ഏറ്റവും വലിയ കാര്യം രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. രക്ഷ അനുഭവിക്കുക എന്നുള്ളതാണ്. ദൈവവേലയുടെ, ശുശ്രൂഷകളുടെ എല്ലാം ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് രക്ഷ അനുഭവിക്കുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം അതിൽ പിന്നെ രോഗസൗഖ്യമോ കടബാധ്യത മാറുകയോ നമ്മുടെ മറ്റെന്ത് കാര്യമാണെങ്കിലും മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെയും കിട്ടും. അപ്പോൾ രക്ഷ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. 3, ഖദിര മരം കൊണ്ടുണ്ടാക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതാണ്, ഖദിര മരം കൊണ്ടുണ്ടാക്കണം. 4, നിരന്തരം തീ കത്തിക്കൊണ്ടിരിക്കണം. 5, താമ്രം
പൊതിയണം. ആറാമത്തെ കാര്യം ചിന്തിക്കാൻ ആരംഭിക്കുകയാണ്. ഈ യാഗപീഠത്തിൽ ഒരു ഉള്ളിൽ ഇറക്കി വയ്ക്കുന്ന ഒരു നെറ്റുണ്ട്, നെറ്റ്. അതിൻ്റെ പേരാണ് താമ്രജാലം എന്നുള്ളത്. പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 3, 4, 5 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം. നമ്മൾ ചിന്തിക്കുന്നതായ വേദഭാഗമായതുകൊണ്ട് എല്ലാവരും ആ വേദഭാഗം ഒന്ന് മറിച്ചെടുക്കുന്നത് നല്ലതാണ്. പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 3, 4, 5 വാക്യങ്ങൾ. അതിലെ വെണ്ണീർ എടുക്കേണ്ടതിന് ചട്ടികളും അതിന്റെ ചട്ടുവങ്ങളും കിണ്ണങ്ങളും മുൾകൊളുത്തുകളും തീ കലശങ്ങളും ഉണ്ടാക്കണം. അതിന്റെ ഉപകരണങ്ങളൊക്കെയും താമ്രം കൊണ്ട് ഉണ്ടാക്കണം. അതിന് താമ്രം കൊണ്ട് വലപ്പണിയായി ഒരു ജാലവും ഉണ്ടാക്കണം. ജാലത്തിന്മേൽ 4 കോണിലും 4 താമ്ര വളയം ഉണ്ടാക്കണം. ജാലം യാഗപീഠത്തിന്റെ പകുതിയോളം എത്തുവണ്ണം താഴെ യാഗപീഠത്തിന്റെ ചുറ്റുപടിക്ക് കീഴായി വെക്കണം. താമ്രജാലത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഈ യാഗപീഠം അതിൻ്റെ ഉള്ളിലകത്ത് പകുതിയോളം ഇറക്കി വെക്കുന്നതായ ഇതാണ് യാഗപീഠം. ഇപ്പോൾ കാണുന്നത് യാഗപീഠത്തിൻ്റെ ഒരു പിക്ചറാണ്. താമ്രജാലം എന്ന് പറയുന്ന ഒരു നെറ്റാണ്. യാഗപീഠത്തിന് മുകളിൽ ആ നെറ്റ് ഇറക്കി വയ്ക്കും. പകുതിയോളം ആ നെറ്റ് ഇറക്കി വയ്ക്കും. എന്നിട്ട് ഈ നെറ്റിൻ്റെ മീതെയാണ് അടിയിൽ തീ കത്തും. യാഗപീഠത്തിൻ്റെ അടിയിൽ തീ കത്തും. ഈ നെറ്റിൻ്റെ മീതെയാണ് കാളകളെയൊക്കെ നുറുക്കി വെക്കുന്നത്, മാംസം വെക്കുന്നത്. യാഗവസ്തു ഈ നെറ്റിൻ്റെ മീതെ, ഈ താമ്രജാലത്തിൻ്റെ മീതെയാണ് യാഗവസ്തു വയ്ക്കുന്നത്. യാഗപീഠത്തിലെ തീ കൊണ്ട് ആ യാഗവസ്തു വെന്ത് ചാരമായി ഈ യാഗപീഠത്തിന് കീഴെ വീഴും. ആ ചാരം കോരിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളാണ് ചട്ടിയും ചട്ടകങ്ങളും കിണ്ണങ്ങളും മുൾക്കൊളുത്തുകളും ഒക്കെ. ഇത്രയും കാര്യങ്ങളാണ് വേദഭാഗത്ത് വായിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചറുകൾ കണ്ടപ്പോൾ ഏതാണ്ട് ആ താമ്ര യാഗപീഠത്തിലെ ആ കാര്യങ്ങളൊന്ന് ഉള്ളിൽ ഒരു പിക്ചർ പതിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. ഇനി അതിൻ്റെ ഉപദേശത്തിലേക്ക് നാം പോവുകയാണ്. അതിൻ്റെ ഉപദേശങ്ങൾ ഇപ്പോൾ നമ്മൾ വായിച്ച വേദഭാഗത്തെ ഒരു പിക്ചറായിട്ട് കണ്ടെന്നേ ഉള്ളൂ. യാഗപീഠത്തിൻ്റെ അകത്ത് അതിൻ്റെ പകുതിയോളം ഇറക്കി വയ്ക്കുന്ന ഒരു നെറ്റുണ്ട്. ആ നെറ്റിനാണ് താമ്രജാലം എന്ന് പറയുന്നത്. യാഗവസ്തുവിനെ നുറുക്കി, ആടുകളെയാണെങ്കിലും കാളകളെയാണെങ്കിലും അതിനെ നുറുക്കി ആ മാംസക്കഷണം ഈ നെറ്റിലാണ് വയ്ക്കുന്നത്. യാഗപീഠത്തിൽ തീ കത്തിച്ച് ഈ യാഗവസ്തു വെന്ത ചാരമാകും. ചാരമായിട്ട് ഈ യാഗപീഠത്തിന് കീഴെ വീഴും. ചട്ടകങ്ങൾ കൊണ്ടും തീക്കലശങ്ങൾ കൊണ്ടും ചട്ടിയിലേക്ക് കോരിയിട്ട് ആ ചാരം, അങ്ങനെ ആ ചാരം, താമ്രജാലത്തിലൂടെ താഴെ വീണ് കിടക്കുന്നതായ ചാരം ലേവ്യരായ പുരോഹിതന്മാർ കോരിയെടുത്ത് ആ ചാരം ചുമന്നുകൊണ്ട് അവര് പാളയത്തിൻ്റെ പുറത്തേക്ക് പോകുന്നതായ ഒരു നടപ്പുണ്ട്. ഇസ്രായേൽ പാളയത്തിലൂടെ യാഗപീഠത്തിലെ ചാരം ചുമന്നുകൊണ്ട് വെളിയിലേക്ക് പാളയത്തിൻ്റെ പുറത്തു കൊണ്ടുപോയത് കളയണം. ഈ ചാരം ചുമന്നുകൊണ്ട് പാളയത്തിലേക്ക് പുറത്തേക്ക് പോകുന്നതായ ഒരു ലേവ്യ പുരോഹിതന്റെ ചിത്രം. അവരാ ചാരം കൊണ്ട്, കുറച്ചൊന്നുമല്ല, ഈ യാഗപീഠത്തിലെ ചാരം കോരിയെടുത്ത് അത് ചുമന്നുകൊണ്ടുപോയി പാളയത്തിൻ്റെ പുറത്തു കൊണ്ടുപോയി കളയണമെങ്കിൽ 10 മൈൽ നടക്കണം. ചെറിയ ദൂരമൊന്നുമല്ല, 10 മൈൽ ദൂരം നടക്കണം. പാളയത്തിലെ ആളുകളുടെ ഇടയിലൂടെ ഈ 10 മൈൽ ദൂരം നടന്ന് ചുമന്നു കൊണ്ടുപോയി പാളയത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയി അത് കളയണം. ജോസീഫസ് എന്ന ചരിത്രകാരനുണ്ട്.
നമുക്ക് ബൈബിളിലെ ഒത്തിരി ചരിത്രങ്ങൾ ആധികാരികമായി നമുക്ക് ലഭിക്കുന്നത് ജോസീഫസിൻ്റെ എഴുത്തുകളിലൂടെയാണ്. ജോസീഫസ് എന്ന ചരിത്രകാരൻ എഴുതിയിരിക്കുന്നത് പെസഹായുടെ നാളിൽ തന്നെ, ഇസ്രായേലിൻ്റെ പെസഹായുടെ അന്ന് തന്നെ ഏതാണ്ട് 1,80,000 ആടുകളെ തന്നെ കൊല്ലും, ഈ യാഗപീഠത്തിൽ വയ്ക്കുമെന്ന്. പെസഹായുടെ നാളിൽ തന്നെ. കാരണം ഇത്ര കുടുംബത്തിന് ഒരാട് വീതം, അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെയെല്ലാം കണക്ക് കൂട്ടി പെസഹായുടെ നാളിൽ തന്നെ 1,80,000 ആടുകളെ തന്നെ കൊന്ന് ഈ യാഗപീഠത്തിൽ കത്തിക്കും. മാത്രമല്ല അനവധി കാളകളെയും ഒരു പെസഹായ്ക്ക് കൊല്ലും. അപ്പോൾ എത്ര ഓട്ട വാരി ചുമന്നാലല്ലേ ഈ ചാരമെല്ലാം പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കളയണം. എബ്രായ ലേഖനം 13-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ അപ്പോസ്തലൻ പുതിയ നിയമസഭയ്ക്ക് അതിൻ്റെ ഉപദേശം നൽകുകയാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം, 12-13 വാക്യങ്ങൾ. അങ്ങനെ യേശു സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഈ എബ്രായ ലേഖനത്തിൽ 8, 9, 10, 11, 10, 12, 13 വാക്യങ്ങൾ, അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് സമാഗമന കൂടാരത്തെയും അതിലെ ഉപകരണങ്ങളെയും അതിൽ നടക്കുന്നതായ ശുശ്രൂഷകളെയും അവിടെ ശുശ്രൂഷിക്കുന്നതായ ശുശ്രൂഷക്കാരെയും എല്ലാം വച്ചുകൊണ്ട് അപ്പോസ്തലൻ സഭയ്ക്ക് ഉപദേശങ്ങൾ കൈമാറുകയാണ്. ക്രിസ്തു നിന്നയെ ചുമന്നുകൊണ്ട് പാളയത്തിൻ്റെ പുറത്തേക്ക് നിന്ന വഹിച്ചുകൊണ്ട് നടന്നു. പീലാത്തോസിൻ്റെ അരമനയിൽ നിന്ന് ഗോൽഗോഥ, ആ തലയോടിനർത്ഥമുള്ളതായി ഗോൽഗോഥ കാൽവറി കുന്ന്, അത് പാളയത്തിൻ്റെ പുറത്തുള്ള സ്ഥലമാണ്. കർത്താവ് കുരിശും ചുമന്നുകൊണ്ട് നടന്നത്, ഈ നിന്നയെ ചുമന്നുകൊണ്ട് നടന്നത്, പാളയത്തിൻ്റെ പുറത്തേക്ക് നടന്നത്. ആ കാര്യങ്ങൾ എന്താണ്? ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് വേണ്ടി ആ യാഗപീഠത്തിൽ ചാരമായി തീർന്നതായ യാഗവസ്തു പാപത്തെ ചാരമാക്കുകയാണ്. ലേവ്യ യാഗങ്ങളുണ്ട്. നമുക്ക് യാഗപീഠത്തെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ലേവ്യ യാഗങ്ങളിലേക്ക് നമുക്ക് വരാം. ലേവ്യ യാഗങ്ങൾ പലതുണ്ട്, 5-6 യാഗങ്ങളുണ്ട്. സമാധാനയാഗമുണ്ട്, ബോധനയാഗമുണ്ട്, അകൃത്യയാഗമുണ്ട്, മഹാഭാവപരിഹാരയാഗമുണ്ട്. അങ്ങനെ പല യാഗങ്ങളുണ്ട്. ഓരോന്നും വ്യത്യസ്തങ്ങളാണ്, വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അവർ യാഗമർപ്പിച്ചത്. പാപപരിഹാരമായി തീർന്ന ആ ചാരം, ആ യാഗവസ്തുവിൻ്റെ ചാരം, അത് ചുമന്നുകൊണ്ടാണ് പുരോഹിതൻ പാളയത്തിന് പുറത്തേക്ക് പോകുന്നത്. ഞാനും നിങ്ങളും നിന്നയെ ചുമന്നുകൊണ്ട്, ക്രിസ്തുവിൻ്റെ നിന്നയെ ചുമന്നുകൊണ്ട് പാളയത്തിൻ്റെ പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ഞാനും നിങ്ങളും ഈ ലോകത്തായിരിക്കുമ്പോൾ ഈ ലോകമാകുന്ന പാളയത്തിലൂടെ, അന്ന് ഇസ്രായേൽ പാളയത്തിലൂടെ പാപം പരിഹാരം, ആ ചാരം വാരിക്കൊണ്ട്, ചാരം ചുമന്നുകൊണ്ട് പുരോഹിതന്മാർ നടന്നതുപോലെ, ലേവ്യരായ ശുശ്രൂഷക്കാർ നടന്നതുപോലെ, ഇന്ന് ഈ ലോകമാകുന്ന പാളയത്തിലൂടെ ക്രിസ്തുവിനെ നിന്നേ ചുമന്നുകൊണ്ട് നടക്കുവാൻ അപ്പോസ്തലനാകുവാനും ചെയ്യുകയാണ്. കർത്താവിനെ നിന്നേ ചുമന്നുകൊണ്ട്, യേശുവിനെ വഹിച്ചുകൊണ്ട്, സുവിശേഷത്തെ വഹിച്ചുകൊണ്ട്
ഈ ദൈവവചനത്തെ വഹിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ഈ പാളയത്തിലൂടെ സഞ്ചരിക്കുന്നവരായി മാറണം. ആളുകളുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്നവരായി മാറണം. അതാണ് അപ്പോസ്തലൻ പറയുന്നത്. ക്രിസ്തുവും യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടമനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ക്രിസ്തുവിൻ്റെ നിന്ന വഹിച്ചുകൊണ്ട് ക്രിസ്തു നിമിത്തം ഒരു ഭോഷനായി ജീവിക്കുവാൻ, ഫൂൾ ഫോർ ക്രൈസ്റ്റ് അഭിമാനിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ഈ പാളയത്തിലൂടെ നടക്കുന്നവരായി മാറണം. ദൈവത്തിന് സ്തോത്രം. ആ ചാരം വാരി കൊണ്ടുപോയി പാളയത്തിന് പുറത്ത്. ദൈവത്തിന് സ്തോത്രം. ഈ യാഗപീഠത്തിൽ വയ്ക്കുന്ന മാംസകഷ്ണങ്ങളുണ്ട്, യാഗവസ്തുവുണ്ട്. ആ യാഗവസ്തു ചാരമാകുന്നതിന് മുമ്പ് കുത്തിയെടുക്കരുത്. ഇന്ന് പലർക്കും ചാരം ചുമക്കാനല്ല താല്പര്യം, ചാരമാകുന്നതിന് മുമ്പ് മാംസം കുത്തിയെടുക്കാനാണ് താല്പര്യം പല ശുശ്രൂഷക്കാർക്കും. ഓർക്കണം, ചാരം വാരി കൊണ്ടുപോയാൽ എന്നാൽ ആ നല്ല കൈക്കുറുകും കാൽക്കുറുകും ഒക്കെ കാണുമ്പോൾ അത് ചാരമാകുന്നതിന് മുമ്പ് കുത്തിയെടുക്കാൻ, കാരണം നല്ല സ്വാദോടെ പൂജിക്കുക, അതിനാ ശുശ്രൂഷക്കാർക്ക് താല്പര്യം. ചാരമാർക്ക് വേണം? ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ നിന്ന ചുമക്കാൻ മനസ്സില്ല. പക്ഷേ കർത്താവിൻ്റെ പേരിൽ എല്ലാവരും എന്നെ മാനിക്കണം, എന്നെ ആദരിക്കണം, എനിക്ക് നേട്ടങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ മാംസക്കഷണം കുത്തിയെടുക്കാൻ താല്പര്യമാണ്. ഈ യാഗപീഠത്തിൽ വെച്ചതായ മാംസക്കഷണം കുത്തിയെടുക്കാൻ താല്പര്യ. ചാരം വേണ്ട. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ആത്മീയ രംഗമെന്ന് പറയുന്നത് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല, നമ്മുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അംഗീകാരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമം നോക്കുമ്പോൾ 1 ശമൂവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യാഗപീഠത്തിൽ വെച്ചതായ ആ മാംസക്കഷണങ്ങൾ ചാരമാകുന്നതിന് മുമ്പ് കുത്തിയെടുത്തു പോന്ന ഏലിയുടെ മക്കളെക്കുറിച്ച് നമ്മളവിടെ കാണുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ വേദഭാഗം ഒന്ന് വായിക്കാം. ഒരിക്കലും ചാരമാകേണ്ടത് ചാരമാകുന്നതിന് മുമ്പ് കുത്തിയെടുക്കാൻ ഇടവരരുത്. മഹാപാപമാണത്. ദൈവത്തിന് മുമ്പിൽ, യഹോവയുടെ സന്നിധിയിൽ മഹാപാപമാണത്. 1 ശമൂവേൽ 2-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയെന്നാൽ, വല്ലവരും ഒരു യാഗം കഴിക്കുമ്പോൾ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാരൻ കയ്യിൽ മുപ്പല്ലിയുമായി വന്ന് കലത്തിലോ ഉരുളിയിലോ കട്ടകത്തിലോ ചട്ടിയിലോ കുത്തും. മുപ്പല്ലിയിൽ പിടിച്ചതൊക്കെയും പുരോഹിതൻ എടുത്തുകൊള്ളും. ശീലോവിൽ വരുന്ന എല്ലാ ഇസ്രായേലരോടും അവൻ അങ്ങനെ ചെയ്യും. മേധസ് ദഹിപ്പിക്കും മുമ്പേ പുരോഹിതന്റെ ബാല്യക്കാരൻ വന്ന് യാഗം കഴിക്കുന്നവനോട്, പുരോഹിതന് വറുപ്പാൻ മാംസം തരിക, പച്ച മാംസമല്ലാതെ വേവിച്ചത് അവൻ വാങ്ങുകയില്ല എന്ന് പറയും. മേധസ് ദഹിപ്പിച്ച് കഴിയട്ടെ, അതിന്റെ ശേഷം നീ ആഗ്രഹിക്കുന്നിടത്തോളം എടുത്തുകൊള്ളുക എന്ന് അവനോട് പറഞ്ഞാൽ അവൻ അവനോട്, അല്ല, ഇപ്പോൾ തന്നെ തരയണം, അല്ലെങ്കിൽ ഞാൻ ബലാത്കാരന് എടുക്കും എന്ന് പറയും. ഇങ്ങനെ ആ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട് അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലിയതായിരുന്നു. അവരുടെ പാപം, ഈ ബാല്യക്കാർ, ഈ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട് അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലിയതായിരുന്നു. ഞാൻ ഈ വാക്യം വായിക്കുമ്പോഴുള്ളൂ, ഞാൻ വയനാട്ടിൽ സുവിശേഷ വേല ചെയ്ത് ഏറ്റവും ഒടുവിൽ വയനാട്ടിൽ പ്രസംഗിച്ചത് ഈ വേദഭാഗമാണ്. 2020
മാർച്ച് മാസം. അന്ന് രാമനയുടെ കുര്യാക്കോസറിൻ്റെയും ജോത്സ്യരുടെ വീട്ടിൽ, അവർ ഓർക്കുന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ ഈ വേദഭാഗം വായിച്ച് പ്രസംഗിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയെന്നാൽ എല്ലാവരും ഒരു യാഗം കഴിക്കുമ്പോൾ ഈ യാഗപീഠത്തിൽ വെച്ചതായ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതൻ്റെ ബാല്യക്കാരൻ കയ്യിൽ മുപ്പല്ലിയുമായി വന്ന് കലത്തിലോ ഉരുളിയിലോ കുട്ടകത്തിലോ ചട്ടിയിലോ കുത്തും. മുപ്പല്ലിയിൽ പിടിച്ചതൊക്കെയും പുരോഹിതൻ എടുത്തുകൊള്ളും. ശീലോവിലിരുന്ന എല്ലാ ഇസ്രായേലിനോടും അവർ അങ്ങനെ തന്നെ ചെയ്യും. വേകുന്നതിന് മുമ്പ് യാഗങ്ങൾ പലതുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പല കാര്യങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നതായ പല യാഗങ്ങളുണ്ട്. അത് യാഗങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം. എല്ലാം അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ യാഗപീഠത്തിൽ മുഴുവൻ ഈ ഉപയോഗിക്കുന്നതായ ഉപകരണങ്ങളുണ്ട്. യാഗപീഠത്തിൽ ഉപയോഗിക്കുന്നതായ ഉപകരണങ്ങളുണ്ട്. നമ്മളെ വായിച്ച 3-ാം വാക്യത്തിൽ നാം കാണുന്നതായ ഉപകരണങ്ങളുണ്ട്. ചട്ടി, കലങ്ങൾ, തീക്കലശങ്ങൾ. ആ കൂട്ടത്തിലുള്ള ഒന്നാണ് മുപ്പല്ലി. ഇവിടെ ഏലിയുടെ പുത്രന്മാർ, അവരുടെ ബാല്യക്കാർ മുപ്പല്ലിയുമായി വന്നെന്ന് നാം വായിച്ചു. അപ്പോൾ മുപ്പല്ലിയുണ്ട്. ഈ മുപ്പല്ലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ? ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഷെയർ ചെയ്തൊരു ചിത്രമുണ്ട്. ചിലർക്ക് മനസ്സിലാവും. ഈ മുപ്പല്ലി എന്ന് പറയുന്ന 3 പല്ലുണ്ട്, മുപ്പല്ലി. അത് യാഗപീഠത്തിൽ ഉപയോഗിക്കുന്നതായ ഒരു ഉപകരണമാണത്. ഈ യാഗപീഠത്തിൽ വയ്ക്കുന്നതായ മാംസം കുത്തി മറിച്ചിടുന്നതിനും തിരിച്ചിടുന്നതിനുമെല്ലാം ഉപയോഗിക്കുന്നതായ ഒരു ഉപകരണമാണ് ഈ മുപ്പല്ലി എന്ന് പറയുന്നത്. മുഴുവൻ വേകാത്തത് കുത്തി മറിച്ചിട്ട്, ഈ മുപ്പല്ലി കൊണ്ട് കുത്തി മറിച്ചിടും. നമുക്കറിയാം, ഒരു വശം നമ്മൾ തന്നെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വറക്കാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് മറിച്ചിടുമല്ലോ. കാരണം ഒരു വശം തന്നെ കടന്നു കഴിഞ്ഞാൽ അത് കത്തിപ്പോവുകയുള്ളൂ, ഉപയോഗിക്കാൻ കൊള്ളുകയില്ല. അപ്പോൾ അങ്ങനെ ഈ മാംസം കുത്തി മറിച്ചിടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതായ ഒരു ഉപകരണമാണ് ഈ മുപ്പല്ലി. മുഴുവൻ ദഹിക്കുമാറാക്കുന്നതിന് വേണ്ടി, മുഴുവൻ കത്തി ചാരമാകാൻ തക്കവണ്ണം ഒന്ന് കുത്തിയിളക്കിയിട്ട് കൊടുക്കുവാൻ, എല്ലാ ഭാഗവും പാകമാകാൻ തക്കവണ്ണം കുത്തിയിളക്കിയിട്ട് കൊടുക്കുവാൻ ഉപയോഗിക്കാനുള്ള ഉപകരണമാണ് ഈ മുപ്പല്ലി. ആത്മീയത്തിൽ ഈ മുപ്പല്ലിയുടെ ശുശ്രൂഷയും ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ചിലതെല്ലാം ഒന്ന് കുത്തി മറിച്ചിട്ടെങ്കിലേ ശരിയാകുകയുള്ളൂ. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ ശുശ്രൂഷകളെയും ശുശ്രൂഷക്കാരെയും ഒക്കെ കുറിച്ച് പഠിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനുള്ളതായ ശുശ്രൂഷയ്ക്ക് മുപ്പല്ലി ആവശ്യമാണ്. ഒരു കൂട്ടായ്മയിൽ, ഒരു സഭയിൽ യാഗമായി ഏൽപ്പിച്ചു കൊടുത്ത ജീവിതങ്ങളാണ്. ഇല്ല, നിങ്ങളോ അപ്പോസ്തലൻ റോമർ 12 പറയുന്നുണ്ടല്ലോ, കർത്താവിന് മനസ്സിലോർപ്പം ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അങ്ങനെ കാൽവറി ക്രൂശാകുന്ന യാഗപീഠത്തിങ്കൽ സമർപ്പിക്കപ്പെട്ട യാഗവസ്തുവാണ് ആര്? ഓരോ വിശ്വാസികളും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളും നന്നായി വേകണം, കത്തിച്ചാരമാകണം. ഞാനെന്ന മനുഷ്യൻ, എൻ്റെ സ്വയം, എൻ്റെ ഉന്നതഭാവം, എൻ്റെ അഹങ്കാരം, എൻ്റെ ആളത്വം, എൻ്റെ പ്രകൃതങ്ങൾ,
ഇതെല്ലാം ഈ യാഗപീഠത്തിലെ തീ കൊണ്ട് കത്തിച്ചാരമാക്കി ഓരോ ദിവസവും ഇല്ലേ, ഓരോ ദിവസം കത്താനില്ലേ? നാം ഈ പച്ച ജഡത്തിലായിരിക്കുമ്പോൾ ഓരോ ദിവസവും ചാരമാകേണ്ട അനേക പ്രകൃതങ്ങൾ നമ്മിലില്ലേ? ഇന്നും നമ്മിൽ ചാരമാകേണ്ട പ്രകൃതങ്ങളില്ലേ? അങ്ങിട്ട് കൊടുക്കുക. അതാണ് ഓരോ ശുശ്രൂഷകളിലും നാം സമർപ്പിക്കുക. നാം കരങ്ങൾ ഉയർത്തി സമർപ്പിക്കുക. തീരുമാനമെടുക്കുന്നവർ കരങ്ങൾ ഉയർത്തുക എന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കർത്താവേ, എന്നിൽ ചാരമാകേണ്ടതെല്ലാം ചാരമാകണം. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. ചാരമാകണം, മുഴുവൻ ചാരമായി തീരണം. യാഗപീഠത്തിങ്കിലാണെന്ന് കടന്നു വന്നിരിക്കുന്നത്. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിൻ്റെ അരികിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. നാം ഒരു യാഗപീഠത്തിൻ്റെ അരികിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ഓരോ ശുശ്രൂഷകളിലും നാം ഈ യാഗപീഠത്തിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എല്ലാം ചാരമായി തീരണം. എന്നാൽ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നോർമൽ നമ്മളങ്ങ് ഇട്ടുകൊടുക്കുമ്പോൾ ചാരമാകില്ല. ഒന്ന് കുത്തി മറിച്ചിട്ടുണ്ട് ആവശ്യങ്ങളൊക്കെ വരും. ആ ശുശ്രൂഷയ്ക്കാണ് വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷ എന്ന് ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നത്. ഈ യാഗപീഠത്തിലുള്ള കത്തിയും കലശവും മുപ്പല്ലിയും എല്ലാം വേകാത്തതിന് എന്ന് പറഞ്ഞാൽ ഓരോ ഉപകരണങ്ങളും ഓരോ ശുശ്രൂഷകൾക്ക് വേണ്ടിയുള്ളതാണ്. യാഗപീഠത്തിൽ വേകാത്തതിന് മുപ്പല്ലിക്ക് കുത്തി തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ചില കഷ്ണങ്ങൾ അങ്ങനെയാണ്. ഇച്ചിരി കട്ടിയുണ്ട്, നമുക്കറിയാലോ. ഇച്ചിരി കട്ടിയുള്ള കഷ്ണങ്ങൾ നമ്മൾ അത് വേകണമെങ്കിൽ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. കുത്തി മറിച്ചിട്ട് കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. കുത്തി മറിച്ചിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ മുപ്പല്ലി കൊണ്ട് കുത്തുന്ന ശുശ്രൂഷയൊക്കെ അതെല്ലാം ശുശ്രൂഷക്കാരുടെ ജോലിയാണ്. മുപ്പല്ലി കൊണ്ട് കുത്തുക എന്ന് പറഞ്ഞാൽ ഈ കുത്തി ഇളക്കിയിട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ശുശ്രൂഷക്കാരുടെ ജോലിയാണ്. മുപ്പല്ലി കൊണ്ടുള്ളതായി കുത്തു കൊള്ളുമ്പോൾ എന്നെ കുത്തി എന്ന് പറഞ്ഞ് പിണങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. ഈ മുപ്പല്ലി കൊണ്ടുള്ള കുത്ത് എല്ലാവർക്കും ഇഷ്ടമല്ല. ചിലപ്പോൾ ദൈവത്തിൻ്റെ വചനമാകുന്ന മുപ്പല്ലി നമ്മെ കുത്തിയെന്നിരിക്കും. എന്നെ അവമാനിക്കാൻ എന്നോട് അങ്ങനെ അവിടെ ഇരുത്തി എന്നോട് അങ്ങനെ പറഞ്ഞ കാര്യമുണ്ടോ? പിണങ്ങിയിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുമ്പോൾ നമ്മുടെ ഏതെങ്കിലും രംഗങ്ങളിൽ ഈ മുപ്പല്ലി കൊണ്ടുള്ളതായ കുത്ത് കിട്ടിയാൽ കുത്തുന്നവനോട് പിണങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വചനം കുത്തുമ്പോൾ നാം കീഴ്പ്പെട്ട് കൊടുക്കണം. മുപ്പല്ല് കുത്തി തിരിച്ചിടുമ്പോൾ നാം അങ്ങ് തിരിഞ്ഞു കിടന്നു കൊടുക്കണം, തിരിഞ്ഞിട്ട് കൊടുക്കണം, തിരുത്തി കൊടുക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ കുറവുകൾക്ക് നേരെ കുത്തുമ്പോൾ നാം മത്സരിക്കാനിട വരരുത്. ശാസന നമ്മുടെ തലയ്ക്ക് എണ്ണയായിരിക്കണം. ഇന്ന് പല ആളുകൾക്കും മുപ്പല്ലി കൊണ്ടുള്ളതായി കുത്തുകൊള്ളാൻ ഇഷ്ടമല്ല. അങ്ങ് തൊട്ട് തലോടി സുഖിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് താല്പര്യം. എന്താ പറ്റുന്നത്? യാഗപീഠത്തിൽ നിന്ന് ദുർഗന്ധം വരാനിടയാകും. കൂട്ടായ്മകളിൽ നിന്ന്, ആത്മീയ രംഗങ്ങളിൽ നിന്നെല്ലാം ദുർഗന്ധം വരും. വെന്തില്ലെങ്കിൽ, ഈ മാംസം ചാരമായില്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ചീഞ്ഞു നാറും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ശാസനയ്ക്ക് കീഴ്പ്പെട്ട് കൊള്ളണം. എല്ലാം നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി നാം ചാരമായി മാറുവാൻ ദൈവം ഒരുക്കുന്ന ശുശ്രൂഷകളാണ് എന്ന് നാം ഓർക്കണം. എന്നാൽ അതിനോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ശുശ്രൂഷക്കാർ മുപ്പല്ലി കൊണ്ട് കുത്തുന്ന ശുശ്രൂഷക്കാർ ഒരിക്കലും ഏലിയുടെ മക്കളെ പോലെ ആകരുത്. പ്രസംഗപീഠം എന്ന് പറയുന്നത് വ്യക്തിവൈരാഗ്യം തീർക്കാനുള്ള ഇടമായി മാറരുത്.
ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കതിൻ്റെ ആശയവും അർത്ഥവും എല്ലാം മനസ്സിലാകുന്നു ഞാൻ കരുതുകയാണ്. ആത്മാവിൻ്റെ ശുശ്രൂഷക്കാർ ഏലിയുടെ മക്കളെ പോലെ ആകരുത്. ഏലിക്കുള്ള കാഴ്ചപ്പാട് ഏലിയുടെ മക്കൾക്കുണ്ടായിരുന്നില്ല. വായിച്ചല്ലോ. അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി അവർ മുപ്പല് ഉപയോഗിച്ചു. അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി മുപ്പല് ഉപയോഗിച്ചു. ശാസനകളും ഒക്കെ ശുശ്രൂഷകൾക്കെല്ലാം ലേഖനങ്ങൾ വായിച്ച് കുറേയേറെ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള വിഷയമാണത്. പക്ഷെ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരിക്കലും ശുശ്രൂഷക്കാർ ഏലിയുടെ മക്കളെ പോലെ ആകരുത്. സ്വന്തം നേട്ടത്തിനായും പകരം വീട്ടാനായും ഈ മുപ്പല്ലി എടുക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഒരു കൂട്ടായ്മയുടെ തകർച്ച നാം കണ്ടതാണ്. സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾക്കെല്ലാം ടാർജറ്റ് ഇട്ടുകൊണ്ട് ഈ മുപ്പല്ലി എടുത്തൊരു കൂട്ടായ്മ തകർന്നത് നാം കണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ സന്നിധിയിൽ മഹാപാപമായി മാറാൻ ഇടവരരുത്. ഓർക്കണം, ഈ യാഗങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഓരോ യാഗങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ, യാഗപീഠത്തിൽ യാഗമർപ്പിക്കുന്ന യാഗവസ്തുവിൻ്റെ കൈക്കുറകിൻ്റെ ഒരംശം, ഒരു വിഹിതം, അത് പുരോഹിതന്മാർക്കുള്ളതാണ്. പുരോഹിതന്മാർ യാഗപീഠത്തിൽ നിന്നാണ് ഉപജീവിച്ചുകൊണ്ടിരുന്നത്. അവർക്കുള്ള വിഹിതങ്ങളുണ്ട്, ഇല്ലാത്തതുകൊണ്ടല്ല. അതെല്ലാം പ്രമാണങ്ങളുണ്ട്. ലേവ്യ യാഗങ്ങളെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ, ഓരോ യാഗങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അതെല്ലാം നമുക്ക് വിഷയമായിട്ട് വരുന്നുണ്ട്. ഈ യാഗവസ്തുവിൽ കൈക്കുറകിൻ്റെ ഒരു വിഹിതം ഓൾറെഡി പുരോഹിതനുള്ളതാണ്. എന്നാൽ യാഗപീഠത്തിൽ വച്ചതിൽ നിന്ന് പുരോഹിതന്മാരെടുക്കാൻ ഇടവരരുത്. യാഗപീഠത്തിൽ വെച്ചത് പുരോഹിതന്മാർ ഒരിക്കലും എടുക്കരുത്. ചാരമാകേണ്ടത് ചാരമാകാനായി വിട്ടുകൊടുത്തില്ല എങ്കിൽ ദൈവത്തിൻ്റെ കോപം വരും. ദൈവകോപം വരാനിടയാകും. നമ്മുടെ പഴയ മനുഷ്യനെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. ദൈവത്തിന് സ്തോത്രം. 1 ശമൂവേൽ 2:17 വായിച്ചല്ലോ. അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലിയതായിരുന്നു. ദൈവസന്നിധിയിൽ അവരുടെ പാപം ഏറ്റവും വലുതായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ ആശയവും അർത്ഥവും ഉപദേശവുമെല്ലാം ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ കരുതുകയാണ്. ദൈവത്തിന് സ്തോത്രം. താമ്രജാലവും മുപ്പല്ലിയും. കർത്താവേ, നിങ്ങളാരെല്ലാം കൊതിക്കുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. ഞാൻ തിരുത്തിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും കാര്യങ്ങളിൽ അപാകത കണ്ടാൽ, ശുശ്രൂഷകളിലോ ജീവിതത്തിലോ ഏതെങ്കിലും കാര്യങ്ങളിൽ അപാകത കണ്ടാൽ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്നെ കുറ്റപ്പെടുത്താൻ, കാണിച്ചു തരാൻ, വിമർശിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയാണ്. വെറുതെ ഭംഗിയൊക്കെ പറയുന്നതല്ല. വിനയപ്പെട്ടുകൊള്ളാം, തിരുത്തേണ്ടത് തിരുത്തിക്കൊള്ളാം. ഞാൻ ഒരു പച്ച ജഡമായി കൂട്ടായ്മയിൽ വന്നവനാണ്. ഇതിനു മുമ്പ് അനുഭവസാക്ഷ്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 22-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ടു. ഓടി നടന്ന് സുവിശേഷ വേല ചെയ്തു. എന്നാൽ മുൻപിന്നതായ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ ഞാനൊരു പച്ച ജഡമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ഞാൻ ഓരോ യോഗങ്ങളിലും വരുമ്പോൾ, തിങ്കളാഴ്ച യോഗം കഴിഞ്ഞ് ഞാൻ പലപ്പോഴും അവിടെ വെയിറ്റ് ചെയ്യും. അബിയൊക്കെ അന്ന് കണ്ട് ഞാൻ മിണ്ടി ഓർക്കുന്നുണ്ട്. അബി അന്ന് വളഞ്ചരങ്ങര KSEBയിൽ വർക്ക് ചെയ്യുകയാണ്. ഓർക്കുന്നുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തെ ഡീൽ ചെയ്തു. എന്നിൽ കുത്തിമറിച്ചിട്ട് വേഗാത്ത അനേക ഭാഗങ്ങൾ കർത്താവിന് ഉപയോഗിക്കാൻ തക്കവണ്ണം പാകമായി തീരാൻ ഈ യാഗപീഠത്തിൽ
കൃപാവരങ്ങളുള്ള ദൈവമക്കളുടെ ശുശ്രൂഷകൾ ഞാൻ ഉപകാരമായി അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരിക മാത്രമല്ല, കുത്തിമറിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം, ശാസനയ്ക്ക് കീഴ്പ്പെടാൻ ദൈവം ഭാഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രം. ഈ മുപ്പല്ലി കൊണ്ടുള്ള കുത്ത് ഏറെ കൊണ്ട് അതിൻ്റെ അനുഗ്രഹം അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഇതെല്ലാം കാര്യങ്ങളിൽ ശാസന കിട്ടി, അതെല്ലാം എനിക്ക് ഗുണമായി തീർന്നു. എൻ്റെ കർത്താവിന് ഉപയോഗിക്കാൻ തക്കവണ്ണം നമ്മളൊരു മാംസം അത് നമുക്ക് ഭക്ഷിക്കാൻ തക്കവണ്ണം പാകമായി തീരണമെങ്കിൽ മുഴുവൻ വേകണം. മുഴുവൻ വെന്തില്ലെങ്കിലോ തുപ്പിക്കളയും. നമുക്കത് കഴിക്കാൻ കഴിയില്ല, ഉപയോഗിക്കാൻ കഴിയില്ല. എൻ്റെ കർത്താവിന് ഉപയോഗിക്കാൻ തക്കവണ്ണം എൻ്റെ പച്ച ജഡത്തിൻ്റെ പ്രകൃതങ്ങളുടെ എല്ലാ ഭാഗങ്ങളും എല്ലാം പാകമാകുവാൻ, ഒരാത്മീയനായി മാറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ള ദൈവമക്കളുടെ ശുശ്രൂഷകളും അവരിൽ വ്യാപരിച്ച കൃപാവരങ്ങളുമെല്ലാം ഏറ്റവും നന്മയ്ക്കായി അനുഭവിച്ച ഒരു നിസാര മനുഷ്യനാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. ഇനിയുള്ള കാലവും കർത്താവേ, പച്ചയായതൊന്നും വരാതെ ഇനിയും ഓരോ ദിവസവും എനിക്കറിയാം ഈ പച്ചജലത്തിലായിരിക്കുന്നിടത്തോളം കാലം ആളത്വവും സ്വയവും എല്ലാം പൊന്തി വരാനുള്ള സാധ്യതകളുണ്ട്. ഞാൻ കൊതിക്കുന്നു മുപ്പല്ലിയുടെ കുത്ത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാം ശരിയായി ഒന്ന് മാറാൻ. എൻ്റെ കരുണയുള്ള കർത്താവിന് സ്തോത്രം. ദൈവമേ, നാം ഓരോരുത്തരും ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. എനിക്ക് എല്ലാ രംഗങ്ങളും ഒന്ന് കൊള്ളാവുന്നതായി മാറണം. എൻ്റെ പ്രകൃതങ്ങളെല്ലാം മാറണം. എൻ്റെ സ്വഭാവം മുഴുവനായും മാറണം. എനിക്കൊന്ന് രൂപപ്പെടണം. ദൈവത്തിന് സ്തോത്രം. ഏലിയുടെ മക്കളുടെ മുപ്പല്ലി കൊണ്ടുള്ള കുത്തുകൊള്ളാൻ ഇടവരരുത് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. എത്രയോ ജീവിതങ്ങളെയാണ് ഏലിയുടെ മക്കൾ കുത്തിയെടുത്ത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നാൽ ആത്മാവിൻ്റെ ശുശ്രൂഷകളും ശുശ്രൂഷക്കാരും മുപ്പല്ലിയുടെ ശുശ്രൂഷയുമെല്ലാം ഈ യാഗപീഠത്തിൽ ആവശ്യമാണ്. നാം കൃപയാൽ ഈ യാഗപീഠത്തിലാകാൻ ഭാഗ്യം കിട്ടിയവരാണ്. കർത്താവെ, ഓരോ ശുശ്രൂഷകളിലും എന്നെ തിരിച്ചും മറിച്ചുമിട്ട് എൻ്റെ വേഗാത്തതെല്ലാം വെന്ത് തീരാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങുമ്പോൾ എൻ്റെ കർത്താവെ, ആ തീയെല്ലാം പ്രയോജനപ്പെടാൻ തക്കവണ്ണം ജീവൻ്റെ വചനം കൂട്ടായ്മയിൽ ഇറങ്ങുമ്പോൾ കർത്താവെ, അത് മുഴുവൻ എനിക്ക് പ്രയോജനപ്പെടാൻ തക്കവണ്ണം, എനിക്കത് മുഴുവൻ അനുഭവിക്കാൻ തക്കവണ്ണം എന്നെ മറിച്ചിടേണ്ടടുത്തേക്ക് മറിച്ചിടണമേ. ഞാൻ എവിടെയെങ്കിലും മാറിക്കിടക്കുന്നെങ്കിൽ എന്നെ കുത്തിയരച്ച തീയുള്ളിടത്തേക്ക് മാറ്റിയിട്ട് തരണമേ. നാം ആരെല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവെ, ഞാൻ ഈ താമ്രജാലത്തിൽ, ഈ യാഗപീഠത്തിൻ്റെ താമ്രജാലത്തിലാകാൻ അവിടുന്ന് ഭാഗ്യം കിട്ടി. എന്നാൽ തീ കത്തുമ്പോൾ തീ ഇല്ലാത്തിടത്തേക്ക് പലപ്പോഴും ഞാൻ മാറിപ്പോകുന്നവനാണ്. വചനത്തിന് തീ ഇറങ്ങുമ്പോൾ ഞാൻ പലപ്പോഴും നീങ്ങിപ്പോകുന്നവനാണ്. എൻ്റെ കർത്താവെ, ഞാൻ എപ്പോഴെങ്കിലും മാറിപ്പോയാൽ, ഞാൻ എപ്പോഴെങ്കിലും പിന്മാറിപ്പോയാൽ, ഞാൻ എപ്പോഴെങ്കിലും അകന്നു പോയാൽ ഈ മുപ്പല്ലി കൊണ്ട് എന്നെ കുത്തി തീ കത്തുന്നിടത്തേക്ക് തന്നെ മാറ്റിയിട്ട് മുഴുവൻ വെന്ത് തീരാൻ തക്കവണ്ണം കർത്താവെ, മുഴുവൻ ചാരമായി മാറാൻ തക്കവണ്ണം അവിടുത്തെ കരങ്ങളിലേക്ക് നിങ്ങൾ ആരെല്ലാം ഏൽപ്പിക്കുന്നുണ്ട്. കർത്താവെ, തീ കത്തുന്നിടത്തേക്ക് എന്നെ കുത്തി മാറ്റിയിടണമേ. ഞാൻ ഒരിക്കലും വചനത്തിൽ നിന്ന് അകന്നു പോകാൻ ഇടവരരുതേ, തീയിൽ നിന്ന് അകന്നു പോകാൻ ഇടവരരുതേ, പരിശുദ്ധാത്മാവിൻ്റെ തീയിൽ നിന്ന് ഞാൻ മാറിക്കിടക്കാൻ ഇടവരരുതേ. ഈ യാഗപീഠത്തിൽ, നമ്മുടെ ഈ കൂട്ടായ്മയിൽ തീയിൽ നിന്ന് മാറിക്കിടക്കുന്നവരുണ്ടാകരുത്. വചനത്തിന് തീ ഇറങ്ങുമ്പോൾ മാറിക്കിടക്കുന്നവരുണ്ടാകരുത്. കർത്താവേ, ഈ മുപ്പല്ലിയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, മുപ്പല്ലിയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് തരണമേ. നിങ്ങൾ ആരെല്ലാം കൊതിക്കുന്നുണ്ട്, നിങ്ങൾ ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്? ഒന്നല്ലേ നമ്മുടെ ലക്ഷ്യമുള്ളൂ, നമ്മെ വീണ്ടെടുത്ത രക്ഷകനില്ലേ, നമുക്ക് വേണ്ടി യാഗപീഠത്തിൽ വെന്തെരിഞ്ഞവനില്ലേ, ദൈവകോപത്തിയിൽ വെന്തെരിഞ്ഞ രക്ഷകനില്ലേ, നമുക്ക് വേണ്ടി നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിൻ്റെ പുറത്തേക്ക് പോയ രക്ഷകനില്ലേ, നമുക്ക് ആ ചാരം ചുമന്നുകൊണ്ട്, ആ രക്ഷയെ വഹിച്ചുകൊണ്ട്, സുവിശേഷത്തെ വഹിച്ചുകൊണ്ട് പാളയത്തിൻ്റെ പുറത്ത് ഈ ക്രിസ്തുവിൻ്റെ അരിയിലേക്ക് ചെല്ലാം. അവൻ്റെ നിന്നയെ ചുമന്നുകൊണ്ട്, ഈ ചാരം ചുമന്നുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. കാൽവറിയിൽ യാഗചാരമായി മാറിയവൻ,
ദൈവകോപത്തിൽ വെന്തെരിഞ്ഞ ആ ചാരം വഹിച്ചുകൊണ്ട്, ദൈവത്തിന് സ്തോത്രം, ക്രൂശിൽ രക്ഷ വഹിച്ചുകൊണ്ട് ആ യാഗപീഠത്തിന് കീഴിൽ നിന്ന് പുരോഹിതന്മാർ, ലേവ്യരായ ശുശ്രൂഷക്കാർ ചാരം വാരിക്കൊണ്ട്, ചാരം ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തേക്ക് നടക്കുന്നത് പോലെ കാൽവരിയിൽ ദൈവകോപത്തിൽ വെന്തെരിഞ്ഞ ദൈവ കുഞ്ഞാടിൻ്റെ ചാരം ചുമന്നുകൊണ്ട്, ആ രക്ഷയെ ചുമന്നുകൊണ്ട്, ക്രൂശിൽ രക്ഷയെ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ അരിയിലേക്ക്, ഈ പാളയത്തിൻ്റെ അറ്റം വരെ, പാളയത്തിന് വെളിയിലേക്ക് പോകാൻ ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. തീരുമാനം വരുന്നുണ്ടോ? സമർപ്പണം വരുന്നുണ്ടോ? കർത്താവേ, ശുശ്രൂഷകളിലൊന്നും എൻ്റെ ആളത്ത് പൊങ്ങാൻ ഇടവരരുത്, എൻ്റെ സ്വയം പൊങ്ങാൻ ഇടവരരുത്, എൻ്റേതായ ഒരു വാക്കും വരാൻ അനുവദിക്കരുത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേരിനല്ലല്ലോ ഞാൻ വേല ചെയ്യേണ്ടത്, എൻ്റെ പ്രശസ്തിക്കല്ലല്ലോ ഞാൻ വേല ചെയ്യേണ്ടത്. ഒന്നും വേണ്ട കർത്താവേ, എനിക്ക് ഈ ചാരം ചുമന്നുകൊണ്ട് പോയാൽ മതി. ഈ യാഗപീഠത്തിൽ ചാരം ചുമന്നുകൊണ്ട് കാൽവരയിൽ യാഗമായി തീർന്നവൻ്റെ, കാൽവരയിൽ രക്ഷിതാവായി തീർന്നവൻ്റെ ഈ ചാരം ചുമന്നുകൊണ്ട് എനിക്ക് എൻ്റെ യേശുവിൻ്റെ അടുത്തേക്ക് പോകണം. ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിക്കാം, നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹനിധിയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, താമ്രജാലവും മുപ്പല്ലിയും കർത്താവേ, കൃപയാൽ ഈ തീ കത്തുന്ന രംഗത്ത്, ഈ താമ്രജാലത്തിലാകാൻ ഈ നിസ്സാരനായ ഞങ്ങൾക്ക് അവിടുന്ന് ഭാഗ്യം തന്നല്ലോ കർത്താവേ. ഞങ്ങൾ തീയിൽ നിന്ന് മാറിപ്പോകുമ്പോഴെല്ലാം മുപ്പല്ലി കൊണ്ട് ദൈവമക്കളെ അതിന് ഉപയോഗിക്കണമേ. കൃപാവരങ്ങളുള്ളവരെ കൂട്ടായ്മയിൽ തരണമേ കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളുമുള്ളവർ ഞങ്ങളുടെ കൂട്ടായ്മയിൽ എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. ദൈവമേ സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരും കൃപകൾക്കും കൃപാവരങ്ങൾക്ക് വേണ്ടി വാഞ്ചിക്കുന്നവരായി, ദാഹിക്കുന്നവരായി, കൊതിക്കുന്നവരായി കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ അന്യഭാഷ പറയുന്നവരെ എഴുന്നേൽപ്പിക്കണമേ, ഞങ്ങളുടെ ഇടയിൽ പ്രവചിക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമേ, ഞങ്ങളുടെ ഇടയിൽ ദർശനവരങ്ങളുള്ളവരെ എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് കൃപാവരങ്ങളുള്ളവരെ എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. ഈ ശുശ്രൂഷ നിന്റെ കൃപയിൽ നിറയപ്പെട്ട് നിൽക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. മുഴുവൻ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.